കാല് കഴുകലിലേക്ക് വന്നാൽ സത്യത്തിൽ അത് ഹിന്ദു മതത്തിൻ്റെ ആചാരമല്ല. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ദളിതുകളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്ത് രാവിലെ മുതൽ രാത്രി വരെ ചളിയിൽ പൂണ്ട് ജോലി ചെയ്തിട്ട് ആ ശരീരത്തിലെ ചളി പോലും മര്യാദക്ക് കഴുകിയിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനത ഇവിടെ ആചാരപരമായിട്ട് വളരെ അനിവാര്യമായിട്ട് ശരീരത്തിലെ അഴുക്ക് കളയുന്നതിൻ്റെ ഭാഗമായിട്ട് കഴുകാൻ കയ്യും കാലും കഴുകാൻ കഴിയാതെ പോയ ജനത, അത് അവരുടെ ആചാരം എന്ന് പറഞ്ഞാൽ ശരിയല്ല. നമ്മൾ സാധാരണ ഈ സുവർണ ഭൂതകാലം എന്ന് പറയും. അത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ 100% തെറ്റാണ്. മറ്റ് ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ്. അങ്ങനെ ഒരു ഗോൾഡൻ പാസ്റ്റ് ഇല്ല. അതേസമയത്ത് ഇന്ത്യക്കൊരു ജാതിഭൂതമുണ്ട്. ആ ജാതിഭൂതം എന്ന് പറയുന്ന ഇതാണ് ഭൂരിപക്ഷം ജനങ്ങളുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയൊക്കെ വളരെ മ്ലേച്ഛമായിട്ട് ഈ ബ്രാഹ്മണിക്കൽ ആചാരങ്ങളെ വളരെ ഉന്നതമായിട്ടും അവർ കണ്ടു എന്നുള്ളതാണ്. അത് ഈ ആചാരത്തിൽ മാത്രമല്ല, വസ്ത്രം, ഭക്ഷണം, ഭാഷ, നിറം, എല്ലാറ്റിലും ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഒന്നിനും കൊള്ളരുതാത്തവരാണ്. അതാണല്ലോ മ്ലേച്ഛം എന്നുള്ള സങ്കല്പം. അപ്പോൾ അത് ഈ ആധികാരിക ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മനുസ്മൃതി.